നമസ്കാരം. കഴിഞ്ഞ ഉത്തരാഖണ്ഡ് യാത്രക്കിടയിൽ ബദ്രീനാഥിൽ വെച്ച് ഒരു വൈദ്യരെ പരിചയപ്പെട്ട കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹം ഒരു ആയുർവേദ ഡോക്ടറാണ്, ഡോക്ടർ പ്രഭാത് രത്തൂരി. അപ്പോൾ അതായത് കഴിഞ്ഞവണ രുദ്രനാഥ് ട്രക്കിംഗ് കഴിഞ്ഞ് ബദ്രീനാഥിൽ ചെന്നപ്പോൾ സഹിക്കാൻ മേലാത്ത കാലുവേദന ഉണ്ടായി ഇദ്ദേഹത്തെ കാണുകയും അദ്ദേഹം മരുന്ന് നിന്ന് മാറിയൊക്കെ ഒരു കഥയാണ്. അപ്പോൾ ഇദ്ദേഹം കുറച്ച് ഒരു 3-4 മാസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. മറ്റൊന്നുമല്ല, നമ്മളന്ന് ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് ആളുകൾ കേരളത്തിൽ നിന്ന് അദ്ദേഹത്തെ ഓരോരോ അസുഖങ്ങൾ പറഞ്ഞ് മരുന്ന് മേടിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്നുമല്ല, ഒരുപാട് ആളുകൾ. അത് മാത്രമല്ല, ഈ മരുന്ന് കഴിച്ചവർ അത് മാറിയെന്ന് പറഞ്ഞുള്ള അനുഭവം പറഞ്ഞ് അദ്ദേഹത്തെ വീണ്ടും വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനകത്ത് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തതിനെ തുടർന്നാണല്ലോ ഇങ്ങനെയൊക്കെ ആളുകൾ വിളിക്കാൻ സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ആ ഒരു സന്തോഷം പറയാൻ വേണ്ടി അദ്ദേഹം വിളിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെയൊക്കെ പരിചയപ്പെടുത്തി, വീഡിയോ കോളാണ് ചെയ്ത് വീട്ടുകാരെയൊക്കെ പരിചയപ്പെടുത്തി ഇനിയും ബദ്രീനാഥിന് ചെല്ലണം, സദോപത്തിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹം വിളിച്ചതല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് കാലമായിട്ട് ടെന്നീസ് എൽബോയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് സഹിക്കാൻ മേലാത്ത, അതായത് കൈയൊന്ന് നൂർത്താനോ ഭാരമുള്ളൊരു വസ്തു എടുക്കാൻ മേലാത്ത ഒരവസ്ഥ. നമ്മുടെ സ്ഥിരമായിട്ടുള്ള എഴുത്തും കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗമൊക്കെ കാരണം ഉണ്ടായതാവാം. ഡോക്ടറെ കണ്ടെങ്കിലും അദ്ദേഹം എക്സസൈസ് ചെയ്യാനും ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ പറഞ്ഞെങ്കിൽ അതൊന്നും നടപടിയായില്ല. അതങ്ങനെ വർദ്ധിച്ചു വന്ന സാഹചര്യത്തിലാണ് ഇദ്ദേഹം വിളിക്കുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് മരുന്ന് അയച്ചു തരാം. ഞാൻ പിന്നെ അഡ്രസ്സൊക്കെ അയച്ചു കൊടുത്തു. ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോഴത്തെ അദ്ദേഹം നന്നായിട്ട് പാക്ക് ചെയ്ത ഈ മരുന്നുകളൊക്കെ അയച്ചു തന്നു. അപ്പോൾ അദ്ദേഹം അയച്ചു തന്നത് സന്ധികൽപ്പം എന്ന് പറയുന്ന ഒരു ഗുളികയും, അപ്പോൾ അതുപോലെ തന്നെ മുരിങ്കോ എന്ന് പറഞ്ഞ് മുരിങ്ങക്കായുടെ എക്സ്ട്രാക്റ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു മരുന്നും, പിന്നെ ഒരു ഓയിലുമാണ് അയച്ചു തന്നത്. അപ്പോൾ ഈ 2 മരുന്നും രാവിലെ ആഹാരത്തിന് ശേഷം കഴിക്കുക. ഈ ഓയിൽ 2 നേരം രാവിലെയും വൈകുന്നേരവും ആ വേദനയുള്ള ഭാഗത്ത് പുരട്ടുക. 1 മാസം ഉപയോഗിക്കാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൂടാതെ വിശേഷമായിട്ട് ബദ്രീനാഥൻ്റെ കുറച്ച് പ്രസാദവും കുറച്ച് ശിലാജിത്തും ഒക്കെ അയച്ചു തന്നു. ഇത് ഒറിജിനലാണ്. ഇത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ വെച്ച് തയ്യാറാക്കിയ ശിലാജിത്താണ്. അപ്പോൾ ഇതിനായിട്ട് 2000 രൂപയോളം വിലയുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്തോഷത്തിൽ അയച്ചു തന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ 1 മാസം കഴിഞ്ഞ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ വിളിക്കണം, അല്ലെങ്കിലും വിളിക്കണം എന്ന് പറഞ്ഞു. എന്തായാലും ഈ 1 മാസത്തെ ഉപയോഗം കൊണ്ട് തന്നെ എൻ്റെ വേദനയൊക്കെ വിട്ടുമാറി. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറയുകയും ചെയ്തു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അദ്ദേഹം തന്നെ ആ മരുന്ന് കൊണ്ട് എൻ്റെ കൈയുടെ വേദന മാറി എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹം ഈ ഒരു കാര്യമൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇതുപോലുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ബദ്രീനാഥൊക്കെ തുറന്ന ഒരു സമയമാണ്. ബദരിയിൽ പോകുന്ന ആർക്കെങ്കിലും അദ്ദേഹത്തെ കാണണമെന്നുണ്ടെങ്കിൽ നേരിട്ട് കാണാവുന്നതാണ്. അദ്ദേഹത്തെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മരുന്നുകൾ മേടിക്കുക, ഉപയോഗിക്കുക. പിന്നെ അതുകൂടാതെ യാസാകുംബ പോലുള്ള ഒരുപാട് അപൂർവ ഹിമാലയൻ ഔഷധങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും. ആവശ്യമെങ്കിൽ അതും വാങ്ങിക്കാവുന്നതാണ്.